ബഹുമാനപ്പെട്ട ഉസ്താദ് സാഹിബ് അവർ ചോദിച്ചാൽ ചോദ്യം യെസ് ഓർ നോ ഉത്തരം അത് എങ്ങനെ പറയും? ആകെ പറയാൻ നമുക്ക് പറ്റിയ യെസ് ഓർ നോ. ഒരു ചോദ്യം ചോദിച്ച് അതിനൊരു വ്യക്തമായ മറുപടി പറയാനുള്ള ഒരു അവസരം കൊടുക്കാതെ പിന്നെ എങ്ങനെ അവർ വെല്ലുവിളിച്ച് എന്നിട്ട് അതിന് ഒരുപാട് പേര് തെക്കുതീർ ചെയ്യല്ല. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും മൈക്കിൽ വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ മൈക്ക് കിട്ടൂല. നമ്മൾ നാട്ടിൽ നിന്നാകുമ്പോൾ ഞാനും സുന്നീസ് അങ്ങനെയൊക്കെ വേറെ കുറെ ആളുകളുണ്ട്. നാട്ടിൽ നിന്നാകുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് മൈക്ക് കിട്ടൂല. ഏതായാലും ആ മുടിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് അവർ ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അമീദ് ഫൈസി പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളതുകൊണ്ട് വന്ന് ശരിക്കും പരിശോധിച്ച് നോക്കുമ്പോ അസനി അടക്കം കേൾക്കണം, ഒക്കെ എല്ലാവരും കേൾക്കുക. അവനാന്റെ ഒരു മുടി എടുത്തിട്ട് ബൾബിന്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ചാൽ ഒരാളെ മുടിക്കും നേലുണ്ടാവില്ല എന്നാണ് അമീദ് ഫൈസി ഉസ്താദ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു. ഞങ്ങൾ പരിശോധിച്ച് നോക്കി, നമ്മളെ മുടി എടുത്ത് കാണ്ട് ബൾബിന്റെ നേരെ തൊട്ടടുത്ത് കൊടുന്ന് വെച്ചാൽ അതിന് നേലാണൂല, കുറച്ച് വിട്ടാലേ നേലാണുള്ളൂ. അടുത്ത് പിടിച്ചിട്ട് നേരില്ല എന്ന് പറഞ്ഞൊരു മുടി എടുത്ത് തരുന്ന എല്ലാ വിദ്യയും ജാലിയാവാല പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ബോംബെക്ക് വിളിക്കുന്നത്. കോഴിക്കോട് ഇയാൾക്ക് വിളിക്കാൻ, കോഴിക്കോട് പരസ്യമായി അവർക്ക് ആ മുടി കൊണ്ടുവരാനോ നേല് പരിശോധിക്കാനോ കത്തിച്ചു നോക്കാനോ ധൈര്യമില്ലാത്തത് അവർക്കത് മുടിയല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്കിൽ ചെയ്യുന്നു. സമയം ഇവിടെയൊക്കെ വളരെ പോകുന്നത് റൈസാൻഡ് മാത്രമേ ഉള്ളൂ. മൈക്കിൽ വന്ന് ചോദിക്കാനുള്ളവർ ചോദിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾവിക്കാരൻ നിങ്ങളോട് പറഞ്ഞില്ല ക്യൂ പാലിക്കാൻ എല്ലാവരും നിങ്ങളെ മാരിക്കാനല്ലേ ക്യൂവിൽ നിൽക്കുക. എനിക്ക് റഹ്മാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പൂപ്പറ ടെക്സ്റ്റിലോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആളുണ്ടോ? എനിക്ക് റഹ്മാൻ നിങ്ങൾ മൈക്കിലേരി കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എം എം തിരുപ്പാഞ്ചി ഇതുള്ള സാഹിബ് എടുക്കും മൈക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉസ്താദുമാരെ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അമ്പലക്കടവ് ഉസ്താദിനും അതുപോലെ തന്നെ എപിക്കും മുടി കിട്ടിയത് ജാലിയവാലയുടെ അടുത്തു നിന്നാണ് എന്നുള്ളത് എപി തന്നെ കളിയാട്ടുമുക്ക് വെച്ച് പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അത് അയാളുടെ ആളുകൾ വിശ്വസിക്കുന്നു എങ്കിൽ ഇപ്പോൾ രണ്ടുപേരുടെയും മുടി ഇവിടെ കേരളത്തിലാണ് ഉള്ളത്. അത് കേരളത്തിൽ മധ്യസ്ഥന്മാർ മുഖേന കത്തിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് അമ്പലക്കടവ് ഉസ്താദ് നിങ്ങളോട് ചോദിച്ചത്. അതുപോലെ തന്നെ മുടി ഉള്ളത് മർക്കസിലല്ല, പിന്നെന്തിനാണ് ബോംബെയിലേക്ക് പോകേണ്ട ആവശ്യമെന്നാണ് ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഒന്നാമത്തെ മുടിയുടെ സനതാണെന്ന് തട്ടിക്കൂട്ടി നിങ്ങൾ ഒരു സനത് വായിക്കുകയുണ്ടായി. രണ്ടാമത്തെ മുടിയുടെ സനതാണെന്ന് പറഞ്ഞ് ആദ്യം വായിച്ചു, പിന്നീട് നസബാണെന്ന് പിന്നീട് നിങ്ങൾ തന്നെ മാറ്റി പറയുകയുണ്ട്. അവിടെ വെല്ലുവിളിച്ചത് വെല്ലൂരിലെ സനത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തന്നെ അശ്വനി പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ അതിന്റെ സനത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. പിന്നെ മർക്കസിലെ മുടിയുടെ സനത് ചോദിക്കുമ്പോൾ വെള്ളൂരിലെ സനത്, മുടി ഇവിടെ വെച്ച് കത്തിക്കാൻ പറയുമ്പോൾ ബോംബെയിലേക്ക് വെല്ലുവിളിക്കുക, ഇതെല്ലാം തന്നെ ഒരു ഒഴിഞ്ഞു മാറലാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. പിന്നെ മറ്റൊരു കാര്യം, ബർജ് ദുബായ് പോലെ കുറെ ബിൽഡിങ്ങുകളും അതിന് നിനക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി വെച്ച ഒരു പള്ളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിൽ നിന്ന് കുറെ ടൂറിസ്റ്റുകൾ വരിക, ഇത് എപി ഉസ്താദ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട് സായുജ്യം അടയുക, ഇതിനു വേണ്ടിയാണ് ഇയാൾ ഈ നാടകമെല്ലാം കളിച്ചത് എന്ന് വളരെ വ്യക്തമാണ്.
കൂട്ടത്തിൽ മറ്റൊരു കാര്യം, തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത് എ പി ഉസ്താദിന്റെ പേരിലാണ് എന്നുകൂടി ഇത്തരം ആളുകൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, സലാമോ. ഷാക്കിറുൽ കേൾക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഫറൂഖ് കൊയ്ച്ചിനെ മൈക്കെടുക്കുന്നു. എന്തുണ്ടോ? ഹലോ ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. പരിശുദ്ധ ഖുർആനാണ്. ഇവിടെ വ്യാജമുടികളെ, ഈ മുടിയെ എന്നല്ല, മുടിയെ വ്യാജമുടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് തെറ്റായി പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പറയാണ്. ഈ വ്യാജമുടികളെ കുറിച്ച് ഒരുപാട് കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് വരെ അത് ഒരു ഭാഗത്തേക്കും അവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടിയാലല്ലേ അതിൽ പിടിച്ചു കയറാൻ കഴിയുകയുള്ളൂ. എന്നാൽ എല്ലാ പഴുതുകളും അടഞ്ഞിരിക്കുകയാണ്. കുറെ ഈ വ്യാജമുടിയുടെ പ്രശ്നം ഉണ്ടായപ്പോ ഇതിന്റെ വിവാദോത്ഭവത്തിൽ തന്നെ പ്രസംഗിച്ചിരുന്ന പ്രഗത്ഭരായ പ്രഭാഷകന്മാരൊക്കെ, നീട്ടിപ്പറയുന്ന വാഴലന്മാരൊക്കെ എവിടെ പോയി? മറ്റേ അന്ന് കഫറ വിഷയമുണ്ടായപ്പോ അവരുടെ നേതാവ് പറഞ്ഞ പോലെ എവിടെ പോയി, അത് പറഞ്ഞവരൊക്കെ എവിടെ പോയി ചോദിച്ചില്ലേ എന്നതുപോലെ ഇപ്പൊ അവരൊക്കെ എവിടെ പോയി? അന്ന് ഈ മുടിയുടെ വിവാദമുണ്ടായ അന്ന് വല്ലാതെ കവലപ്രസംഗങ്ങളും ഏത് സ്ഥലങ്ങൾ കിട്ടിയാൽ അവിടെയൊക്കെ ഇങ്ങനെ വളമ്പിയിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്നു, അള്ളാഹിന്റെ റസൂലിന്റെ ആസാറുകളെ നിന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വായടിച്ച് പ്രസംഗിച്ചിരുന്നവരൊക്കെ ഇന്ന് എവിടെ പോയി? എന്തേ ഒരു വഹാബിയും ഒരു നൗഷാദും അല്ലാത്തവരൊക്കെ എവിടെ പോയി? ഇന്ന് ആരും എന്തേ ഒന്നും മിണ്ടാതിരുന്നത്? സനദില്ല, ഒരു തെളിവും കിട്ടിയിട്ടില്ല. മുമ്പ് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതായിട്ട് അവരുടെ നേതാവിന്റെ തലപ്പാവും താടിയും ഡ്രസ്സിങ്ങും കാറും ഒക്കെ കണ്ട് അതിൽ വീണു പോയവര് എന്തുകൊണ്ടുവന്നാലും അതൊക്കെ എന്താണ് മുമ്പിലെ മാപ്പിള പറയുന്ന പോലെ ഇൻഖിലാബ് സിന്ദാബ എന്ന് പറഞ്ഞ് തക്ബീർ വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന പെട്ടുപോയി. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന AP വിഭാഗമേ, നാണമില്ലേ നിങ്ങൾക്ക്? പണ്ട് ഒരു പ്രാസംഗികൻ പറഞ്ഞ പോലെ ഒന്നുകിൽ നാണം വേണം, അതല്ലെങ്കിൽ മാനം വേണം, അതല്ലെങ്കിൽ അത് രണ്ടുമില്ലെങ്കിൽ ഉള്ളവർ കുളിച്ച കുളത്തിൽ പോയി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങള് ഇപ്പൊ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുക. എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഈ ദർസു ഇവിടെ ക്ലാസ് റൂമുകളിലും പുറത്തും ഈ കമ്പ്യൂട്ടർ ക്ലാസ് റൂമുകളിൽ വരാൻ കഴിയാത്ത നമ്മുടെ മുസ്ലിം ഉമ്മത്തുകളൊക്കെ എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ കാന്തപുരം തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോ അത് എല്ലാവരും ദർസോദിയവരല്ലല്ലോ, എല്ലാവരും മുസ്ലിംമാരല്ലല്ലോ ഈ വിളിച്ചു പറയുന്നത്. നാടന്മാര് എത്രയെത്ര നാടന്മാർ ഇത് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ലേശം 100ൽ 1% ബുദ്ധി തലയിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഇത് നിർത്താനായില്ലേ നിങ്ങൾക്ക്?
പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട്, പല ഞൊണ്ടി ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് അധികം വഷളത്തരത്തിലേക്ക് നീങ്ങുവാൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? പിന്നെ ഇപ്പോ നിങ്ങള് മുടിയുടെ നിഴല് പരിശോധിക്കേണ്ട അങ്ങോട്ടെത്തിയപ്പോ, മുടി കത്തിക്കേണ്ട അങ്ങോട്ടെത്തിയപ്പോ, മുടി പരീക്ഷണം നടത്തേണ്ട അവിടേക്ക് എത്തിയപ്പോ നിങ്ങൾ പറയുന്നു ബോംബെയിലേക്ക് വരും. ബോംബെയിലേക്ക് വരാൻ എന്തേ ബോംബെയിലേക്ക് വരാൻ പറയുന്നു? സനദിന്റെ കാര്യം ചോദിച്ചപ്പോ ഹസ്രജിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആരെങ്കിലും വരാൻ ധൈര്യമുണ്ടോ? അമ്പലക്കടവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോ മുടി കത്തിക്കേണ്ട അവിടേക്ക് എത്തിയപ്പോ ബോംബെയിലേക്ക് വിളിക്കുന്നു. എന്തിന്? ഈ ഏത് ഒരു ചന്ദന കള്ളക്കടത്തുകാരനായാലും അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ച് സെക്യൂരിറ്റിമാരുണ്ടാവും, എന്തിനും തയ്യാറായിട്ട്, ചാവാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന കുറെ സെക്യൂരിറ്റിമാരുണ്ടാവും. അപ്പോ അതേപോലെയുള്ള സെക്യൂരിറ്റിമാര് ഉള്ള ഒരു ആളാണ് ആര്? ഈ വ്യാജ സിദ്ധനാണ് ഈ എന്താണ് ബോംബെയിലെ ആള്, ജാലിയവാല എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ അടുത്തേക്കാ വിളിക്കുന്നത്. എന്തും ചെയ്യാമല്ലോ. ദീനിനു വേണ്ടിയാ, മരണം പേടിണ്ടായിട്ടല്ല. എന്തേ കോഴിക്കോട് നിങ്ങൾ ഒരു ലോഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, എന്തേ അവിടെ നിഴല് നോക്കിയാൽ നിഴലുണ്ടാവൂലേ? ഇനി നിഴല് അറിയണമെന്നുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വ്യാജമാണെന്ന് പൂർണ്ണമായും തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോട് പറയുകയാണ്, നിഴല് കാണണമെങ്കിൽ പോയിട്ട് ജസ്റ്റ് ഈ ഇതിലിരിക്കുന്നവരൊക്കെ കമ്പ്യൂട്ടർ ഉള്ളവരും അത് യൂട്യൂബ് തുറക്കാനും ഇതൊക്കെ അറിയുന്നവർ തന്നെയല്ലേ. കാന്തപുരം മുടി തിരുക്കേശം എന്ന് എഴുതിയ കിട്ടൂല. കാന്തപുരം മുടി, അഹ്സനി ഉരുളുന്നു, ഫോൺ ഇൻ പ്രോഗ്രാം, ഇതൊന്ന് എഴുതി നോക്ക്. ഇത് എഴുതിയാൽ ആരാ ഇതിന് ഈ മുടിക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ ആകെ കുടുങ്ങിപ്പോയിരിക്കാണ്. ഞാൻ നിങ്ങൾ സമയങ്ങൾ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ആളുകൾ റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉസ്താദുമാർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഉറപ്പ് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇപ്പോ ഒരു ടെക്സ്റ്റ് കണ്ടു, അബ്ദുള്ള ദാരിമിയുടേത്, സഅദിയും സഖാഫിയും സമസ്തയിലേക്ക് എന്ന്. അതൊന്ന് ദാരിമി ഉസ്താദ് വിശദീകരിക്കണം. പിന്നെ ഇന്ന് അവരുടെ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന ചർച്ചയുണ്ട്. കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. അവരുടെ ക്ലാസ് റൂമിൽ ഇന്ന് നടക്കും. അതോ ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് വരൽ തുടങ്ങും. ഓരോരുത്തർ പി എം അടിച്ച് ശല്യം ചെയ്യുന്നു. ഓക്കെ, ഞാന് ഇന്ന് അവരുടെ ക്ലാസ് റൂമില് പ്രസംഗം നടക്കുന്നുണ്ടല്ലോ, അത് കേട്ടു. അവിടെ കേൾക്കുമ്പോഴേ അവര് പ്രസംഗിക്കുന്നത് പഴയ പ്രസംഗങ്ങളാണ്. ഏത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സമവായ എന്ന് പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ പിന്നെ ഈ അഹമ്മദ് സാഹിബ് ഒരു പള്ളി ഉദ്ഘാടനത്തിൽ കാന്തപുരത്തെ പുകഴ്ത്തി, അതുപോലെ ആ പഴയ പല്ലവി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പുതിയതൊന്നുമില്ല അവർക്ക്. അപ്പൊ പഴയ പ്രസംഗം ഇങ്ങനെ വീണ്ടും ഏത് സ്ഥലത്തും ഒരു കേസ് ഇട്ട പോലെയാണ്. ഇവിടെ പ്രസംഗം ഇന്ന് ഇപ്പൊ ചെമ്മാട് പ്രസംഗിക്കുകയാണെങ്കിൽ നാളെ കോഴിക്കോടും അതേ പ്രസംഗം തന്നെ, മറ്റന്നാൾ അടുത്തോടത്തും അതേ പ്രസംഗം തന്നെ. ഒരു മാറ്റവും ഇല്ല. നമ്മുടെ തങ്ങളല്ല, നമ്മുടെ പ്രസംഗം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ അടുത്ത സ്ഥലത്ത് വരുമ്പോൾ പുതിയ വിഷയങ്ങളാണ് വരുന്നത്. പുതിയ തെളിവുകൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അവർക്ക് ഒരു തെളിവില്ല. അവർക്ക് ആ പഴയ അന്ന് കിട്ടിയ അതേ തെളിവുമായിട്ടാണ് ഇന്നും അവർ പ്രസംഗിക്കുന്നത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് കാന്തപുരത്തെ പുകഴ്ത്തി എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗുകാർ എന്തിനാണ് പുകഴ്ത്തുന്നത്?